ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസ്ഹഫിലെ ചിഹ്നങ്ങൾ ഭാഗം 10. വഖഫ് അനിവാര്യമെന്ന് സൂചിപ്പിക്കുന്ന മീമിൽ നിന്ന് വ്യത്യസ്തമായി താഴോട്ട് വാൽ നീട്ടിയ ഒരു മീം ചിഹ്നം ഇഖ്ലാബ് എന്ന പാരായണ നിയമത്തെ സൂചിപ്പിക്കുന്നു. ഒരു സുക്കൂനുള്ള നൂനിൻ്റെയോ അല്ലെങ്കിൽ തൻവീനിൻ്റെയോ തൊട്ടുശേഷം ബ എന്ന അക്ഷരമാണ് വരുന്നതെങ്കിൽ ആ പദത്തിലുള്ള സുക്കൂനുള്ള നൂനിനെ അല്ലെങ്കിൽ തൻവീനിൽ അടങ്ങിയിട്ടുള്ള നൂനിനെ മീം ആക്കി മാറ്റി മണിച്ചുച്ചരിക്കുന്നതിനെയാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. ഉദാഹരണം, ലയുംബദന്ന ഫിൽ ഹുതമഹ്. ഇവിടെ ലയുൻബദന്ന എന്ന പദത്തിലെ സുക്കൂനുള്ള നൂനിന് ശേഷം ബ ആയതിനാൽ ആ നൂനിനെ മറിച്ച് മീമാക്കി മാറ്റി. ലയുൻബദന്ന എന്ന് നൂനുകൊണ്ടു തന്നെ ഉച്ചരിക്കുന്ന പക്ഷം ഖിറാഅത്ത് സഹീഹ് ആകുന്നതല്ല. ഒരു പദത്തിനുള്ളിലല്ലാതെ മിൻ ബൈനി ഐദീഹിം ആയാതിൻ ബയ്യിനാത്ത് എന്നിവ പോലെ രണ്ട് പദങ്ങൾ തമ്മിലായാലും ഇഖ്ലാബ് ചെയ്യേണ്ടതാണ്. ഇത് ഖിറാഅത്തിന്റെ എല്ലാ പണ്ഡിതന്മാരും ഒരേ രൂപത്തിൽ പറഞ്ഞിട്ടുള്ള നിയമമായതിനാൽ ഇപ്രകാരം തന്നെ ഓതൽ കർമ്മശാസ്ത്രപരമായി നിർബന്ധമാണ്. ഖിറാഅത്ത് പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും പാലിക്കൽ ഇതുപോലെ തന്നെ ശർഈയായ നിർബന്ധം തന്നെയാണ്.